പറയുന്നില്ല. ബ്രദറിന്റെ ക്ലാസ് ആണ് ഇപ്പൊ നമ്മള് പ്രധാനമായിട്ട് നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഇപ്പോ ഈ സമയത്ത് എടുക്കുന്ന വിഷയം ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദ ചോസൺ. പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുക്കപ്പെട്ടവരിലേക്ക് പ്രവർത്തിക്കുന്നു എന്നതിനെ സംബന്ധിക്കുന്ന പ്രത്യേകിച്ച് കാലിസോണിയ കാത്തലിക് ചർച്ചിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കും. തോമസ് പോൾ ബ്രദറിനെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ശരിയല്ല. കാരണം എല്ലാവർക്കും അറിയാം, തോമസ് പോൾ ബ്രദറിനെ നന്നായിട്ട് അറിയാം. അദ്ദേഹം കിങ്ഡം മിനിസ്ട്രി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ യൂട്യൂബിലൂടെയുള്ള ധാരാളം ടീച്ചിങ്സ്, ദിവികാരുണ്യത്തെ സംബന്ധിക്കുന്ന ടീച്ചിങ്സ്, സഭാപിതാക്കന്മാരെ സംബന്ധിക്കുന്ന ടീച്ചിങ്സ്, ഒപ്പം തന്നെ CCC കാരിസ് ഓഫ് ദി കാത്തലിക് ചർച്ച് സംബന്ധിക്കുന്ന ടീച്ചിങ്സ് ധാരാളം. അപ്പോൾ മിനിസ്റ്റർ ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ മുഴുവൻ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് അഡ്വാൻസ് നന്ദി പറയുകയും ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യും. ഇപ്പൊ മാത്രമേ ഞാൻ സ്വാഗതം ചെയ്യുള്ളൂ. നന്ദി പറയേണ്ടത് നിങ്ങളാണ്. നാളെ മുതൽ എല്ലാവർക്കും സ്വാഗതം ചെയ്യണം, നന്ദി പറയേണ്ടത് നിങ്ങൾ. ഓക്കെ. Come, Holy Spirit. Thank you. Thank you. Praise the Lord. ഇവിടെ നേരെ മുമ്പിൽ തന്നെ കാണുന്നത് കൊച്ചുവേശ്യ പുണ്യവതിയുടെ പടമാണ് അല്ലേ? കൊച്ചുവേശ്യ പുണ്യവതിയാണ് ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ മധ്യസ്ഥ. അതുകൊണ്ട് തന്നെയാണ് കൊച്ചുവേശ്യ പുണ്യവതിയുടെ കോൺഗ്രിഗേഷനിൽ നിന്ന് സിസ്റ്റർമാരും ഒക്കെ ഇവിടെ ഉള്ളത്. നമ്മളെല്ലാവരും കൊച്ചുവേശ്യ പുണ്യവതിയുടെ കോൺഗ്രിഗേഷൻകാർ തന്നെയാണ് അല്ലേ? യെസ്. നമുക്കൊരു പാട്ടുപാടി പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം ആലപിച്ച് തുടങ്ങിയാലോ? അപ്പോൾ ഈ ഗാനം 30-30 വർഷം മുമ്പ് പരിശുദ്ധാത്മാവ് തന്നെ പറഞ്ഞു തന്ന് എഴുതിയൊരു ഗാനമാണ്. അപ്പോൾ ആ ഗാനം എഴുതിയ ആളോടൊപ്പം ഒന്ന് പാടിയാലോ? പാട്ടുകാരൻ വയോ ഷാജി ഓളിയം കൂട്ടണം. അതവിടെ കൂട്ടണം, അടുപ്പിച്ച് വെച്ചാൽ പരിശുദ്ധാത്മാവേ എന്നിൽ വാഴും പരിശുദ്ധാത്മാവേ. ഇതാണ് ഈ ഗാനത്തിന്റെ പ്രത്യേകത. പരിശുദ്ധാത്മാവെ പറഞ്ഞിറങ്ങണമെന്ന് അല്ല നമ്മൾ പാടുന്നത്, നമ്മളിൽ പരിശുദ്ധാത്മാവ് വന്ന് കൈവരിക്കുന്നു. ഉണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടോ? ആ പരിശുദ്ധാത്മാവിനെ ഉണർത്തുക. നമ്മളിലുള്ള വരദാനങ്ങളും നമ്മളിലുള്ള ശുശ്രൂഷാപരവും എല്ലാം അഭിഷേകമാക്കാൻ വേണ്ടി. ഹിന്ദിയിലാണല്ലോ ആദ്യം പറഞ്ഞത്. നിങ്ങൾ മിഷൻ വേണ്ടി പോണത് കൊണ്ടാണ്. ഇതിന്റെ ഹിന്ദിയിലെ ഒരു വഴി ആദ്യം പാടാമേ. ഓ ആത്മാ പാവനാത്മാ അന്തർയാമി പരമാത്മാ മേരി ഹൃദയമേ. ഓക്കെ, ഇനി മലയാളത്തിൽ പാടാം. പഠിക്കാം. ആത്മാവേ പരിശുദ്ധാത്മാവേ എഴുതിട്ടുണ്ടല്ലോ.
സ്വരാജ്യം എന്നിൽ തന്നെ പിതാവെന്നോടുകൂടെ പുത്രനെന്നോടുകൂടെ സ്വരാജ്യം എന്നിൽ തന്നെ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ദൈവാത്മാവിനെ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നെ ചൊരിഞ്ഞപ്പോൾ ദൈവാത്മാവിനെ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നെ ചൊരിഞ്ഞപ്പോൾ ദൈവാത്മാവിനെ ആത്മാവിലേച്ചു ആരാധിക്കുന്നു ഞാൻ വിളിച്ചു ദൈവാത്മാവിന്റെ ആത്മാവിലേച്ചു ആരാധിക്കുന്നു ഞാൻ വിളിച്ചു പരിശുദ്ധാത്മാവേ ജീവിതത്തിൽ അരുളിയ കയ്യടി പണം ജീവിതത്തിൽ അരുളിയ എന്നിൽ കത്തി പടരണമേ എന്നിൽ കത്തി പടരണമേ
ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ, അഭിഷേകം നൽകണമേ, ഞങ്ങളുടെ വരദാനങ്ങളെ വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ വിളി തന്നെ ഓരോരുത്തർക്കും കൃത്യമായി ബോധ്യപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ പ്രത്യേക സിദ്ധികളെ തുറക്കണമേ. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. ശാലബല ഹലബല 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 ശാലബല ബലബല 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 ശാല ഹലബല 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 ശാലബല ഹലബല ഹലബല ശാലബല ഹലബല ഹലബല ശാലബല ഹലബല ഹലബല. ഇവിടെ ഇന്ന് വന്നതിലൂടെ തന്നെ നിങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങളിന്ന് വരാൻ സാധിച്ചത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണെന്നാണ് കർത്താവ് പറയുന്നത്. അതിൻ്റെ അടയാളമായിട്ട് 1-2 പേർക്ക് ഇപ്പോൾ തന്നെ രോഗശാന്തി കിട്ടുന്നതായി കാണുന്നു. ആരുടെയോ നെഞ്ചിലുള്ള വേദന, ശക്തമായ നെഞ്ചിൽ വേദന ഉണ്ടായിരുന്നു, എന്നാൽ അത് ഇപ്പം മാറി ഇവിടെ വന്ന് ഈ സ്തുതിപ്പേരുന്നു. ആരാണത്? നെഞ്ചിൽ വേദന ഉണ്ടായിരുന്നു, ഈ നെഞ്ചിൽ ചെസ്റ്റ് പെയിൻ. ആർക്കോ ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു, സൗഖ്യമായതാരാണ്? ചെസ്റ്റ് പെയിൻ ഒന്ന് കൈയൊന്ന് പൊക്കി കാണിച്ചില്ല. ഒരാളിവിടെ, അവിടെ ഒരാൾ ചെസ്റ്റ് പെയിൻ. കൈ അടിച്ച് കർത്താൻ നന്ദി പറയാം. എല്ലാം കർത്താവ് അടയാളങ്ങൾ തരുന്നതാണ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതിൻ്റെ. ഒരാളെ കൂടി സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ഈ കഴുത്തിൻ്റെ പെടലിക്ക് വേദന ഉണ്ടായിരുന്നു, ഈ വശത്ത് കഴുത്ത് തിരിക്കാൻ പറ്റാത്തമായൊരു വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വേദനയില്ല, കഴുത്ത് ഫ്രീ ആയിട്ട് തിരിക്കാം. അങ്ങനെ ഒരാൾ കൈയടിച്ച് കത്താൻ നന്ദി പറയാം. നമുക്കിരിക്കാം. ഈ ഇപ്പോൾ പറഞ്ഞതും ഇതൊക്കെ എന്തുകൊണ്ടാണ് കർത്താവ് ഇവരെ കാണിച്ചു തരുന്നത്? അത് സുവിശേഷ വേലക്കാർക്കുള്ള ഒരു പ്രത്യേക അടയാളമാണ്, അല്ലെങ്കിൽ വിശ്വാസികൾക്കുള്ള അടയാളമാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ അവസാന വാക്യം പറയുന്നത് ഇതാണ്: അവർ ലോകമെല്ലാം പോയി സുവിശേഷം പ്രഘോഷിച്ചു, കർത്താവ് അവരോടൊപ്പം പ്രവർത്തിച്ചു. മർക്കോസ് 16:18 അല്ലെങ്കിൽ മർക്കോസ് 16:20. മർക്കോസ് 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. എന്നിട്ട് പറഞ്ഞു, അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ സുവിശേഷത്തിന് യേശു നമ്മളെ അയക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ കൂടെ വേറെ ആരെല്ലാം ഉണ്ട്? പരിശുദ്ധാത്മാവുണ്ട്, പിതാവുണ്ട്, പരിശുദ്ധ അമ്മയുണ്ട്, എല്ലാ വിശുദ്ധന്മാരും ഉണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ പ്രധാന സബ്ജക്റ്റ് എനിക്ക് പറയാൻ തന്നിട്ടുള്ളത്, ഒരു വിളിക്കപ്പെട്ട ആളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രസക്തി, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഞാൻ ഒരു സാധാരണ നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരാളാണ്. ഞാനിങ്ങനെ ദൈവശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ല. ആരെ പോലെ നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സ്റ്റാൻലി അച്ഛനെ പോലെ അൺപടാത്മ്യവും എന്ന് പറഞ്ഞ് മനസ്സിലായോ? ഇത്രയൊക്കെ ഹിന്ദി എന്ന് അറിയണം, അറിയാല്ലേ? അപ്പൊ അങ്ങനെ. പക്ഷേ അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള വലിയ അറിവൊന്നും ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യരാണ്, ഒരു കുടുംബസ്ഥൻ. എന്നെല്ലാവരും ബ്രദർ ബ്രദർ എന്നൊക്കെ വിളിക്കുന്നത് ആ ഒരു സഹോദര സ്നേഹത്തിൻ്റെ അർത്ഥത്തിലാണ്.
അച്ഛൻ ഞാൻ പറയായിരുന്നു, അച്ഛനെ പോലെ തിയോളജി ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മുൻകൂട്ടി ജാമ്യം എടുക്കുക. അച്ഛൻ ഇന്ന് കാര്യമായിട്ട് തിയോളജി ഒന്നും പറഞ്ഞില്ല, നാളെ ആയിരിക്കും വരാൻ പോണത്. അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് എളുപ്പം ഞാനുമായിട്ട് ഒത്തുപോകാൻ പറ്റും. കാരണം നിങ്ങളെ പോലെയുള്ള ഒരു സാധാരണ മനുഷ്യൻ. ഞാനും ഇതെവിടെ ഇതിപ്പോ നൈപുണ്യം അല്ലേ? അല്ല, എന്ത് ഈ സ്ഥലം ആലുവ. എൻ്റെ വീട് ചേന്നമംഗലം, പറവൂര് ചേന്നമംഗലം. ചേന്നമംഗലത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയോ? കണ്ടോ? അത്ര നിങ്ങൾക്ക് അറിയുള്ളൂ. നമ്മൾ ഏത് ലോകത്താ കേട്ടോ പറഞ്ഞത്? കൈത്തറി. ചേന്നമംഗലത്തിന്റെ പ്രത്യേകത ആദ്യമായിട്ട് യഹൂദർ വന്ന സ്ഥലമാണ് ചേന്നമംഗലം. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സെമിനാരി ഉണ്ടായ സ്ഥലമാണ് ചേന്നമംഗലം. 1540 ഈശോ സഭ റോമിൽ സ്ഥാപിച്ചു. 1542 അവരിവിടെ എത്തി. അപ്പൊ ചേന്നമംഗലത്ത് ഒരു ക്രിസ്ത്യൻ രാജാവ് ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ രാജാവ്, ഒരു ക്രിസ്ത്യൻ രാജകുടുംബം. അതുകൊണ്ടാണ് എല്ലാവരും ചേന്നമംഗലത്തേക്ക് വന്നു. ഒരു ക്രിസ്ത്യൻ രാജാവിൻ്റെ അടുത്തേക്ക് വന്നു, പോർച്ചുഗീസുകാർ വന്നു, യഹൂദർ വന്നു. അങ്ങനെ ചേന്നമംഗലത്ത് ഒരു സിനഗോഗുണ്ട്, കൊച്ചിയിലുണ്ട് അതുപോലെ ഒരു സിനഗോഗ്. അങ്ങനെ അന്നത്തെ കാലം മുതൽ വിശ്വാസത്തിൻ്റെ നല്ല ഒരു കൂറുള്ള മണ്ണിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അപ്പൂപ്പൻ ഒരു വൈദ്യനായിരുന്നു. അപ്പൊ ഈ യഹൂദരൻ വൈദ്യന്റെ അടുത്ത് വരുമ്പോൾ അവര് ഉടനെ വചനമൊക്കെ പറയാൻ തുടങ്ങും. നമുക്ക് അത്ര അറിയില്ല വചനം, അതിൽ കുറവായിട്ട് തോന്നി അപ്പൂപ്പൻ. അപ്പൂപ്പൻ അരമനയിൽ പോയിട്ട് പറഞ്ഞു, എനിക്ക് വചനം പഠിക്കണം. അപ്പോൾ അന്നൊന്നും ബൈബിളിൽ നമ്മൾക്ക് ആർക്കും വ്യക്തിപരമായിട്ട് കയ്യിൽ വെക്കാനുള്ള ഒരു അനുവാദം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പൂപ്പൻ അരമനയിൽ നിന്ന് ബിഷപ്പിൻ്റെ അനുവാദത്തോടെ ഒരു ബൈബിള് സ്വന്തമായിട്ട് കൊണ്ടുവന്നു. അത് നിരത്തി വെക്കാണ്ട് തലയിൽ വെക്കാണ്ട് ഇങ്ങനെ കൊണ്ട് നടക്കുകയും എല്ലാ മക്കളെയും ഒരധ്യായം വായിക്കാതെ അത്താഴമില്ല, ഇതായിരുന്നു അവിടുത്തെ നിയമം. എന്നിട്ട് അത് എല്ലാവരും വായിക്കണം. അങ്ങനെ വായിച്ച് പഠിപ്പിച്ചു. അങ്ങനെയുള്ള ഒരാളായിരുന്നു എൻ്റെ അപ്പൻ. അതുപോലെ തന്നെ അപ്പനും കുഞ്ഞുനാൾ മുതൽ ബൈബിൾ പഠിപ്പിച്ചു ഞങ്ങളെ വളർത്തി. ഞങ്ങൾ 10 മക്കളായിരുന്നു. 2 പേര് കുഞ്ഞുനാളിലെ സ്വർഗത്തിൽ പോയി. 8 മക്കളെയും കൊണ്ട് അപ്പൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരും ഞങ്ങൾ. അങ്ങനെ അപ്പം അങ്ങനെ നല്ല ഒരു ആത്മീയ ഡെവലപ്മെന്റ് കുഞ്ഞുനാൾ മുതൽ എനിക്ക് കിട്ടി. എന്നിരുന്നാലും ഞാനൊരു എഞ്ചിനീയറൊക്കെ ആയി ജോലിയിലേക്ക് ആയി കഴിഞ്ഞതോടെ ഈ ഡെയിലി കുർബാനയ്ക്ക് പോക്കും ഇതൊന്നും സാധ്യമല്ലാതായി. പക്ഷേ എന്നിൽ വിശ്വാസത്തിൻ്റെ വലിയ ഒരു ശക്തി ഉണ്ടായിരുന്നു. എന്ത് കാര്യവും ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അങ്ങനെ ജോലിയിലും എല്ലാം വളരെ വീരകൃത്യങ്ങൾ വിശ്വാസത്തിലൂടെ കർത്താവ് നമ്മളിലൂടെ ചെയ്തു. അതൊന്നും വിവരിക്കാൻ നമുക്ക് സമയമില്ല. അങ്ങനെ ഇരിക്കെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് പ്രത്യേകമായിട്ടൊരു അതുണ്ടായത് ഒരു ദിവസത്തിൽ മാതാവിൻ്റെ ഈ റോസറി വളരെ ധ്യാനിച്ച് പ്രാർത്ഥിക്കാനിടയായി. ഓരോ രഹസ്യത്തിൻ്റെയും പിന്നിലുള്ള വചനങ്ങളൊക്കെ ധ്യാനിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ആ വചനഭാഗം എടുത്ത് വായിക്കണമെന്ന് തോന്നി. അപ്പോഴാണ് അത് വായിച്ചപ്പോൾ അതിൻ്റെ കൂടുതൽ അർത്ഥം മനസ്സിലായി. അതോടൊപ്പം എനിക്ക് വചനം അപ്പോഴേക്ക് ഞാൻ ഉത്തരേന്ത്യയിലുള്ള ജോലി സംബന്ധമായിട്ട് പോകാനിടയായി. അങ്ങനെ പോകുന്ന സമയത്ത് എനിക്കൊരു സെറ്റ് കാസറ്റ് കിട്ടി. എൻ്റെ ഒരു ആൻറ്റി ഫാദർ റൂഫസ് അച്ഛൻ്റെ 20 കാസറ്റ്, ഒരു കംപ്ലീറ്റ് കരിസ്മാറ്റിക് റിട്രീറ്റിൻ്റെ കാസറ്റ്. അപ്പം ഞാനതെല്ലാം കേട്ടായിരുന്നു. പക്ഷെ ഇതൊന്നിച്ചൊരു ധ്യാനാത്മകമായിട്ട് കേൾക്കാൻ അവസരം കിട്ടിയില്ല. എന്നാൽ ഈ ട്രെയിൻ യാത്രയുടെ സമയത്ത് മുഴുവൻ സമയവും ഈ കാസറ്റ് കേൾക്കാം എന്ന് തീരുമാനിച്ച്
ട്രെയിനിൻ്റെ അപ്പർ ബർത്തിൽ ഇങ്ങനെ കിടന്ന് ഏതാണ്ട് 2 ദിവസത്തെ യാത്രയാണ്. ആ 2 ദിവസം മുഴുവൻ ഞാൻ ഈ കാസറ്റ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ഒരനുഭവം ഉണ്ടാകാൻ തുടങ്ങി. അതിൽ വചനങ്ങളുടെ എല്ലാം അർത്ഥം നമ്മൾ ഉദ്ദേശിച്ചമായിരുന്നല്ല. ഒന്നെന്നെ സ്പർശിച്ചത്, ഡു നോട്ട് നോ യു ആർ എ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്, നീ അറിയുന്നില്ലേ നീ പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്നും പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുന്നുവെന്നും. അപ്പൊ അതുവരെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പരിശുദ്ധാത്മാവെ പറഞ്ഞിറങ്ങുന്ന എല്ലാത്തിനും വരുന്ന ഒരു സംഭവമാണെന്നാണ് വിചാരിച്ചിരുന്നത്. നമ്മൾ സ്വഭാവേന പരിശുദ്ധാത്മാവിനെ കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് വലിയൊരു ഉൾക്കാഴ്ച. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിതാവും പുത്രനും എൻ്റെ ഉള്ളിലുണ്ടല്ലോ. അതൊക്കെ ക്ലിയറായി. അങ്ങനെ ആ ധ്യാനത്തിന്റെ അവസാനത്തിൽ അഭിഷേക പ്രാർത്ഥന നടത്തുകയാണ്. മുന്നേ വെള്ളം കൊണ്ടുവരും ഷാജി, വെള്ളം. അപ്പം ഈ അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത്, അപ്പൊ അതിനു മുമ്പ് എന്താണ് ഈ ഭാഷാവരം എന്നൊക്കെ ഉള്ളതിൻ്റെയൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും അങ്ങനെ മനസ്സിലായില്ല. അവർ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചില്ല. പക്ഷേ ഈ അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത്, ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ധ്യാനത്തിന്റെ റെക്കോർഡിങ് ഞാൻ കേൾക്കുകയാണ് കേട്ടോ. എനിക്ക് ഇപ്പൊ നടക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായിട്ട് ഞാൻ അതിശക്തമായി ഭാഷാവരത്തിൽ ഈ ട്രെയിനിൽ വെച്ച് പന്തക്കൊസ്താ ദിവസം ഈ അപ്പസ്തോലന്മാർ ഭാഷാവരത്തിൽ സംസാരിച്ച പോലെ, ഭാഷാവരത്തിലെ പ്രാർത്ഥനയല്ല, ഭാഷാവരത്തിലുള്ള സംസാരം എന്നിൽ നിന്ന് പുറപ്പെട്ടു. ആലോചിച്ച് നോക്കി, നമ്മുടെ ട്രെയിനിൽ നിറച്ച ആൾക്കാർ, നമ്മുടെ ഇന്ത്യൻ ട്രെയിനിലെ കാര്യമാണ്. ആൾക്കാരെല്ലാം ആകെ എൻ്റെ അടുത്തേക്ക് നോക്കാൻ തുടങ്ങി. ഇയാൾക്ക് എന്ത് പറ്റി? ഞാൻ ഉടനെ സ്ഥലകാലബോധം കൊണ്ട് ഇത് പിടിച്ചു നിർത്തി. പക്ഷെ എനിക്ക് പിടിച്ചു നിർത്തിയിട്ട് പറ്റുന്നില്ല. ഭാഷാവരം ഭയങ്കരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മേലൊക്കെ കുളിരുപോലും അനുഭവം. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ഒരു അഭിഷേകം. ഇപ്പൊ ഞാൻ ഓർക്കുമ്പോ തന്നെ ഞാൻ വീണ്ടും അഭിഷേകം കൊണ്ട് നിറയുന്ന അനുഭവമാണ്. എന്തിനു പറയണു? അത് കഴിഞ്ഞ ഉടനെ ഞാൻ ആദ്യമായിട്ട് ഈ ട്രെയിനിൽ വെച്ച് തന്നെ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്ന സ്വരം കേൾക്കാൻ തുടങ്ങി. ആ സ്വരം എങ്ങനെയാണ്? ആരെനിക്കായി പോകും, വിളവ് വളരെ, വേലക്കാർ ചുരുക്കം. അപ്പൊ ആദ്യം ഞാനിത് കേട്ടപ്പോൾ ഇത് ബൈബിളിൽ അവിടെ ഉള്ളൊരു വചനമാണല്ലോ എന്ന് ഓർത്തു. അല്ല, ഇപ്പൊ എന്നോട് ഈശോ സംസാരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. നീ എനിക്ക് വേണ്ടി പോകാമോ? ഞാൻ എഞ്ചിനീയറായിട്ട് വലിയ വലിയ പ്രോജക്റ്റുകളും വലിയ വലിയ ഫാക്ടറിയുടെ കൺസ്ട്രക്ഷന്റെ പ്രോജക്റ്റുകളായിട്ട് നീങ്ങുകയാണ്. ഞാനതെല്ലാം വിട്ട് സുവിശേഷങ്ങളിലേക്ക് പോകുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും, സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഒരു സുവിശേഷ വേല എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ മാതാപിതാക്കൾ വളരെ നല്ല മാതാപിതാക്കളായിരുന്നെങ്കിലും അവരാരും എന്നെ ഇത് പഠിപ്പിച്ചില്ല. ഏത് പഠിപ്പിച്ചില്ല? ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് എല്ലാ വിശ്വാസത്തിനും മാമോദീസായിലൂടെ നൽകിയിരിക്കുന്ന ഒരു അഭിഷേകമാണ് സുവിശേഷ വേല ചെയ്യാൻ. ഒരുപക്ഷെ കാറ്റഗിസത്തിൽ ഞാൻ പഠിച്ചതായിട്ട് ഓർക്കണില്ല. ഒരച്ഛനോ ഒരു കന്യാസിയോ എന്നെ പഠിപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ പഠിച്ചു കാണായിരിക്കാം. ഇപ്പൊ എന്നോട് പറയാനേ,
നീ എനിക്ക് വേണ്ടി പോകാമോ? ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് പറയാൻ, എനിക്ക് ഈ അച്ഛന്മാരും ഇവരൊക്കെ ബൈബിള്, ഈ റൂഫസ് അച്ഛനൊക്കെ ബൈബിൾ പ്രഘോഷിക്കുന്ന വഴി എനിക്ക് പ്രഘോഷിക്കാനൊന്നും പറഞ്ഞൂടാ. ബൈബിൾ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഇതൊരാളോട് പിന്നെ അവര് പറഞ്ഞെനിക്ക് പരിചയമില്ല. അപ്പോഴും പറയാണ്, നീ എനിക്കായി പോണം, നീ എനിക്കായി പോണം. വളരെ വളരെ വേലക്കാർ ചുരുക്കം. അപ്പൊ എന്നെ ഈ ഹിന്ദി മേഖലയാണ് ആദ്യം കാണിച്ചു തരുന്നത്, മിഷൻ. അവസാനം ഞാൻ പറയേണ്ടി വന്നു, ഞാൻ പോകാം എന്ന് പറഞ്ഞപ്പോ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം കൊണ്ട് ഞാൻ നിറഞ്ഞു. വലിയൊരു ആനന്ദം. അതാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സുവിശേഷത്തിന്റെ ആനന്ദം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലെല്ലാം ഉടനീളം പറയണത്. ഈ ആനന്ദത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ പാടില്ലാത്ത രീതിയിൽ കർത്താവ് എല്ലാവർക്കും ഈ ആനന്ദം നൽകുന്നു എന്നാണ് പറയണത്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത്, പാടായി, ഇനി അവിടെ സുവിശേഷം പ്രവചിക്കാൻ പോകണം, ഒരു കഷ്ടപ്പാട് പോലെയാണ്. മാർപ്പാപ്പ പറയുന്നത് ഇത് വലിയ ആനന്ദമാണ്. അത് ശരിക്കും അത് തന്നെയാണ്. എനിക്ക് ആ ആനന്ദം കൊണ്ട് ഞാൻ നിറഞ്ഞു. ഞാൻ നമ്മുടെ ട്രെയിനിന്റെ സൈഡില് ജനാലയ്ക്കുള്ള സീറ്റിൽ വന്നിരുന്നു. അത് തുറന്നു, നല്ല കുളിർ കാറ്റ്. അങ്ങനെ ഇരിക്കുമ്പോ ഇതെല്ലാം ഈ ബഹളം, എനിക്കുണ്ടായ ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ടിരുന്ന ഒരു ഹിന്ദിക്കാരൻ ഒരാള് എന്റെ അടുത്തിന് വന്നിട്ട്, അരേ ഭായ് സാബ് ആപ്കോ ക്യാ ഹോ ഗയാ? മനസ്സിലായില്ലേ? ഈ ഹിന്ദി മനസ്സിലായില്ലേ? സഹോദര, നിനക്ക് എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, മുझे कुछ खराब नहीं हुआ, എനിക്ക് ഒരു പ്രശ്നമുണ്ടായിട്ടില്ല. മുझे ഈസാ മസീഹ് का अनुभव हुआ, എനിക്ക് ഈശോ മിശിഹായുടെ ഒരു അനുഭവം ഉണ്ടായി. ഈസാ മസീഹ് ഓ കോൺ ഹേ? അപ്പോ അയാളുടെ അകത്ത്, അപ്പൊ ഇയാളുടെ പുറകെ വന്നൊരാള് ഇവന്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, അതെ ഈസാ മസീഹ് ഈസായിയോं का भगवान है, तुम्हारे साथ कोई संबंध नहीं, हटो. ഇവനെ തള്ളി മാറ്റാം. ഞാൻ ഇയാളോട് ഈസാ മസീഹിനെ കുറിച്ചൊന്നും പറയരുതെന്നുള്ള ഒരു ബോധ്യത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, അരേ ഭായ് ഐസാ മത് ബോലോ, ഈസാ മസീഹ് ഈസായിയോं का कोई बीवी संपत्ति नहीं है. ഈശോ മിശിഹ ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. ഈശോയുടെ അടുത്ത് ഈശോ മിശിഹ ജനിച്ചപ്പോ ഈശോ മിശിഹ ജനിച്ചപ്പോ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. അറിയോ? ഉണ്ടായിരുന്നോ? ഈശോ മിശിഹ മരിച്ചപ്പോഴും ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞു. തും ഹിന്ദു ഹോ, മുസൽമാൻ ഹോ, बुद्धिस्ट हो, पंजाबी हो, पारसी हो, तुम सबों के लिए ईसा मसीह अपने जान दिया. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈശോ മിശിഹ ജീവൻ ബലിയർപ്പിച്ചത്. കോയി ഈസായി ഉസ് സമയ नहीं था. ഇത് കേട്ടപ്പോ ഇവരൊന്നും അത്ഭുതപ്പെട്ട് എല്ലാവരും ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി. ഞാൻ വിചാരിക്കും, ഇത് ഞാനല്ലല്ലോ പറയുന്നത്, ഞാനിങ്ങനെ ആരോട് പറഞ്ഞു, ഒരു പരിചയമില്ല എനിക്ക്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നേരത്തെ പറഞ്ഞില്ലേ, നീ എനിക്ക് വേണ്ടി പോകാമോ? ശരിക്ക് പരിശുദ്ധാത്മാവ് എന്നിലൂടെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. 45 മിനിറ്റ്. മനസ്സിലായോ? 45 എന്ന് പറഞ്ഞാൽ എത്രയാ? 45 മിനിറ്റോളം ഞാൻ അങ്ങനെ ഈ റണ്ണിങ് ട്രെയിനിൽ, നമ്മൾ ഈ വചനം പ്രഘോഷിക്കുന്നവരൊക്കെ ഞായറാഴ്ച പള്ളിയിലൊക്കെ വരുന്ന ആൾക്കാരോടാണ്. എൻ്റെ ആദ്യത്തെ വചന പ്രഘോഷണം ഈ ട്രെയിനിലുള്ള ഹിന്ദുക്കളോടും മറ്റുള്ള ജാതിക്കാരോടാണ്. അതിൻ്റെ അവസാനത്തിൽ ഈ ആദ്യം ചോദിച്ച ആള് വന്നിട്ട് അവന് ഭയങ്കര, അവൻ്റെ കണ്ണൊക്കെ കണ്ടു കഴിഞ്ഞാൽ തിളങ്ങാൻ തുടങ്ങി. അവൻ വന്നിട്ട് പറയാം, ഭായ് സാബ് ആപ്കെ പാസ് ഈസാ മസീഹ് കാ ഓട്ടോബയോഗ്രാഫി ഹോഗാ ക്യാ? മനസ്സിലായോ? ഓ, എനിക്കത് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു, उसको ऑटोबायोग्राफी नहीं बोला जाता है, उसको बाइबल बोलता है. बाइबल, हाँ वही बाइबल. അപ്പൊ ഭാഗ്യത്തിന് എൻ്റെ അടുത്തൊരു ഹിന്ദി ബൈബിൾ ഉണ്ടായിരുന്നു. ഓ, അങ്ങനെ ഞാൻ അവന് ആ ഹിന്ദി ബൈബിൾ കൊടുത്തിട്ട്
നമ്മൾ ബൈബിൾ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് അതിനകത്ത് മർക്കോസിന്റെ സുവിശേഷം മാത്രം എടുത്ത് കാണിച്ചു കൊടുക്കും. ഇത് മാത്രം നീ ആദ്യം വായിക്കും. 16 അധ്യായമുള്ളൂ, ഒറ്റ ഇരിപ്പിൽ നിനക്കിത് വായിക്കാൻ പറ്റും. ഇതായിരുന്നു എൻ്റെ അനുഭവം. അങ്ങനെ പരിശുദ്ധാത്മാവ് എന്നെ പൊക്കിയെടുത്തു. സാവധാനം ഞാൻ അവിടെ എർത്തന്റെ സ്ഥലത്തെത്തി. അപ്പൊ എന്നെ റിസീവ് ചെയ്യാൻ എൻ്റെ സഹപ്രവർത്തക എഞ്ചിനീയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ കൂടെ ഒരു പള്ളി പുരോഹിതൻ, അവിടുത്തെ പാരിഷ് പ്രീസ്റ്റും വന്നേക്കണം. ഞാൻ അച്ഛനോട് ഈ കാര്യമൊക്കെ പറഞ്ഞു. ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ മുട്ടുകുത്തി ഞാൻ പറഞ്ഞു, എൻ്റെ തലയിൽ കൈവച്ചു ഒന്ന് അഭിഷേകത്തിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ബ്രദറെ ഒരു പണി, ഗസ്റ്റ് ഹൗസിൽ താമസിക്കണ്ട, എൻ്റെ കൂടെ പള്ളിമേടയിൽ താമസിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രമോഷൻ കിട്ടി. ഒന്ന് നമുക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരെയും പോകണ്ട, ആരാധനയ്ക്ക് പോകണ്ട, അച്ഛനുമായിട്ട് എനിക്ക് സംസാരിക്കാം. ഞാൻ പറഞ്ഞു, അന്ന് നമുക്ക് നാളെ മുതൽ ഈ വില്ലേജിലൊക്കെ പോയിട്ട് ഈശോയെ പ്രഘോഷിക്കാം. അപ്പൊ അച്ഛൻ ഒന്നിനെ തോൽപ്പിച്ച് നോക്കി, വന്ന വഴി തന്നെ എന്നാലും പ്രഘോഷണം ആരംഭിച്ചു. അങ്ങനെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോ നടന്ന ഒരു സംഭവം ഇതാണ്. ഇപ്പൊ എന്തോ ഡയറക്റ്റ് എവാഞ്ചലൈസേഷനിലേക്ക് തന്നെ വന്നു. ഞാൻ അന്ന് അച്ഛനുണ്ടായിരുന്നില്ല, ഞാനപ്പോ ഒരു സൈക്കിളിന് പോവുകയാണ്. അപ്പൊ എൻ്റെ കയ്യില് ഈ ബോംബെയിലെ പോട്ട കൺവെൻഷനില് നയക്കാമ്പ്രമ്പലച്ചൻ്റെ ഒരു ചെറിയ പുസ്തകം കിട്ടുമായിരുന്നു. രക്ഷാക്ക സന്ദേശ്, രക്ഷയുടെ സന്ദേശം എന്ന് പറഞ്ഞു. 1 രൂപ, രക്ഷാക്ക സന്ദേശ് 1 രൂപ. അപ്പൊ അത് ഹിന്ദിയിലും വിൽക്കണം കണ്ടപ്പോ ഞാൻ വോളണ്ടിയറിനോട് പറഞ്ഞു, ഒരു 100 രൂപ എനിക്ക് തരാൻ. അവനായാൽ സാറിനെന്തിന് 100 കണ്ടോ? ഇത്രയൊന്നും നമ്മുടെ എവാഞ്ചലൈസേഷൻ ആൾക്കാരുടെ അവസ്ഥ. 100 കൊണ്ടുപോയി അവൻ സന്തോഷം ഉണ്ടാവണ്ടേ? അവന് സംശയം, ഞാനിതെന്താ മറിച്ച് നിൽക്കുന്നു. 100 തരാൻ മടിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ നോർത്ത് ഇന്ത്യയിൽ കൊണ്ടുപോയി ഓരോ വീട് തോറും കയറി ഇറങ്ങി അവിടെ സുവിശേഷ വേല ചെയ്യാൻ. എന്നാ കൊണ്ടേക്കോ. അങ്ങനെ ഞാൻ ഒരു സ്ഥലത്തെത്തിയപ്പോ ഈശോ എന്നോട് പറയാണ്, നീ ആ വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പൊ ഇതാണ് മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നമുക്ക് മുൻപേ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനവിടെ ചെന്നിട്ട് എന്ത് പറയും? കേട്ടോ, ഈശോ പറഞ്ഞു, നീ അവിടെ ചെന്നിട്ട് ഇച്ചിരി വെള്ളം തരാൻ പറയും. ഞാൻ സമരിയക്കാരുടെ അടുത്ത് ചെന്നിട്ട് വെള്ളം കുടിച്ചോ? സമരിയക്കാരുടെ അടുത്തുനിന്ന് വെള്ളം കുടിച്ചോ? കുടിച്ചില്ല. അതാണ് ഈശോന്റെ ട്രിക്കുകൾ കണ്ടോ. അതേമാതിരി നീ പറയും ഇത്തിരി വെള്ളം കുടിക്കാൻ ഒരു സബ്ജക്റ്റ്. ഞാൻ ചെന്ന് മുട്ടി, അവർ കഥക് തുറന്നു. പനിപ്പിലായ അജരൂപ്പിലായി. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഹിന്ദുക്കൾക്ക് മറ്റുള്ളവർക്ക് വെള്ളം കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം അവർക്ക്. അതൊരു പുണ്യമായിട്ട് അവർ കണക്കാക്കട്ടെ. ആ ഭായിയെ बैठिए, आप कहाँ से आया? मैं तो मुंबई से आया. आपका नाम? मेरा नाम थॉमस पॉल. ओ, आप एक क्रिस्ती है? क्रिस्ती ईसाई? या ओ बैठिए. आप वो क्रिस्त के बारे में कुछ बोलेगा क्या? देखो, അയാൾ ചോദിക്കുകയാണ്, ആ ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരാമോ? ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ഇങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ? അതായത് ദൈവത്തിന്റെ വചനം യോഹന്നാൻ 1:1 പറയണെന്താ? ആദിമേ ശബ്ദ था, शब्द ईश्वर के साथ था, शब्द ईश्वरी था. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. എല്ലാ മനുഷ്യരും, പ്രത്യേകിച്ച് ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ എന്താണ് ക്രിസ്മസ്? ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ വചനം മാംസമായി. അച്ഛൻ പറഞ്ഞതുപോലെ ആ പ്രീ എക്സിസ്റ്റന്റ് സൺ ഓഫ് ഗോഡ്, ആ ദൈവം തന്നെയായ വചനം മനുഷ്യ വംശത്തെ മുഴുവനും തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. ഈ ഉണ്ണീശോയിൽ മനുഷ്യവംശം മുഴുവനും ജാതി മതഭേദമന്യേ. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ?
വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവോ? ഇതാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ട ആദ്യത്തെ വിശ്വാസം. നമ്മളൊരിക്കലും ചിന്തിക്കുന്ന അവൻ അക്രൈസ്തവനെന്നോ ചിന്തിക്കേ വരുത്. നമ്മളാരാ? അപ്പോ അവരെല്ലാവരും യേശുവിന്റെ ശരീരത്തിലുണ്ടെന്നും അവരെല്ലാവരിലും യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും മുൻകൂറായിട്ട് അഡ്വാൻസ് ആയിട്ട് ഒരല്പം പ്രവർത്തിക്കുന്നുണ്ട്. എനിവേ, അങ്ങനെ ഞാൻ ഈശോയെ കുറിച്ച് പറയാൻ തുടങ്ങി. ഈശോയെ കുറിച്ച് ഞാൻ എപ്പോഴും അക്രൈസ്തവരോട് പറയുമ്പോൾ ഇങ്ങനെ പറയും, ഈശാ മസീഹ് ഇസായിയോങ്ക കോയി പ്രൈവറ്റ് പ്രോപ്പർട്ടി നഹി ഹോ. യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. യേശു ക്രിസ്തു വന്നപ്പോൾ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായില്ല. യേശു ക്രിസ്തു എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു, എല്ലാ മനുഷ്യരെയും പാപങ്ങൾ ഏറ്റെടുത്തു, മരിച്ചു, ഉയർത്തു, ഇന്ന് എല്ലാ മനുഷ്യരിലും ജീവിക്കുന്നു. അപ്പൊ നമുക്ക് തോന്നും മാമോദീസ സ്വീകരിച്ചവരെ വ്യത്യാസം. അത് നമ്മൾ പഠിക്കണം. മാമോദീസയിലൂടെ നമ്മൾ ദൈവത്തിന്റെ ഈ ദൗത്യങ്ങൾ കൂടി പങ്കിടുകയും ദൈവത്തിന്റെ ദത്തുപുത്രന്മാരായി തീരുകയും ചെയ്യും. പക്ഷേ എല്ലാ മനുഷ്യരിലും സൃഷ്ടാവിന്റെ സൃഷ്ടിയിൽ തന്നെ അവരിൽ ത്രിത്വൈക ദൈവത്തിന്റെ അംശം പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഒരു അടയാളമാണ് ഇവരെന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. എനിവേ, അങ്ങനെ ഇരിക്കുമ്പോൾ അകത്തൊരു കൊച്ചിന്റെ കരച്ചിൽ, ഭയങ്കര കരച്ചിൽ. അപ്പൊ ഇയാള് ആകെ അപ്സെറ്റായി. സാറേ ക്ഷമിക്കണം, ആ കൊച്ച് 3-4 ദിവസമായിട്ട് എന്നും കരച്ചിൽ തന്നെ, എന്തോ രോഗമാണ്. ഞങ്ങള് ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി മരുന്ന് കൊടുത്തിട്ട് രോഗമൊന്നും മാറില്ല. ഇപ്പൊ എനിക്ക് വേറൊരു സൂചന കിട്ടാണ്, ഇതിനാണ് കർത്താവ് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്. ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇപ്പൊ കേട്ടില്ലേ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത്? ഈ യേശു ക്രിസ്തു എല്ലാ രോഗികളെയും സൗഖ്യപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, ഈ യേശു ക്രിസ്തു അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഈ വരം കൊടുത്തിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാനം പറയുന്നത്, വിശ്വാസികൾക്ക് ഈ അടയാളം ഉണ്ടാവും. എന്താണ് അടയാളം? അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കുമ്പോൾ രോഗികൾ സുഖപ്പെടും. ഐസാ അപ്പൊ അവർക്കൊരു പുഞ്ചിരി, तो हमारा बच्चा चंगा हो जाएगा, जरूर आप विश्वास कीजिए और मैं भी विश्वास करता हूं, हम दोनों मिलकर ये बच्चा के लिए प्रार्थना करेगा. അങ്ങനെ കൊച്ചിനെ കൊണ്ടുവന്നു. കൊച്ചിങ്ങനെ കരച്ചിലോട് കരച്ചിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ നീ പറ്റിച്ചല്ലേ. ചില നേരത്ത് നമ്മളിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമെങ്കിലും ചിലപ്പോൾ സൗഖ്യം നടക്കാറില്ല. അതും ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, ഈ സൗഖ്യം നടന്നില്ലെങ്കിൽ ആ വചനം ബൈബിളിൽ നിന്ന് വെട്ടി മാറ്റിയേക്കണം. അങ്ങനെയൊക്കെ ചിലപ്പോൾ പറയും. ഈശോയുടെ സ്നേഹം കൊണ്ടേ. അപ്പൊ പറഞ്ഞു, അപ്പൊ ഞാൻ അകത്ത് കേട്ടു, ഇല്ലല്ല സൗഖ്യപ്പെടും, പൂർണ്ണ സൗഖ്യമാകും. എന്തിനു പറയണു? ആ കൊച്ചിൻ്റെ മേൽ കൈ വെച്ചപ്പോഴേ അത് കരച്ചിൽ നിർത്തിയെന്ന് മാത്രമല്ല, അതിൻ്റെ ശരീരത്തിലേക്കൊരു ശക്തി അങ്ങ് ഒഴുകുന്ന ഒരനുഭവം ഉണ്ടായി. അവരും എല്ലാം അങ്ങ് അത്ഭുതപ്പെടാൻ തുടങ്ങി. കൊച്ചിൻ്റെ മുഖം അങ്ങ് തെളിഞ്ഞു, അത് പുഞ്ചിരിക്കാൻ തുടങ്ങി. അത് കംപ്ലീറ്റ് അതിൻ്റെ ചേഷ്ടകളൊക്കെ മാറി. അപ്പൊ എനിക്ക് പേടിയായി. കാരണം ഇതൊന്നിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞിട്ട് വീണ്ടും രോഗം വന്നാലോ? ഇതൊക്കെ നമ്മുടെ ആദ്യകാലത്തെ ചില പ്രശ്നങ്ങളാണ്. നമ്മൾ വിചാരിച്ചിപ്പോൾ ഞാനങ്ങ് പോയി കഴിഞ്ഞ് വീണ്ടും ആരോഗ്യം തുടങ്ങിയാലോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഈ മരുന്ന് കൊടുക്കുമ്പോൾ 1 ദിവസം കൊടുത്താൽ പോരെ, 2-3 ദിവസം കൊടുക്കണം. അതുകൊണ്ട് ഞാൻ നാളെ വന്നൊന്നുകൂടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ആയിരുന്നു ആത്മാവിനെ പ്രേരിപ്പിച്ചു. എൻ്റെ അകത്തുള്ള ചിന്ത, ഇതിനെ ഷുവറായിട്ട് സൗഖ്യപ്പെടുത്തണം. പിറ്റേ ദിവസം വന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. പിറ്റേ ദിവസം വന്നപ്പോൾ ഒരു 19 ആൾക്കാരവരുണ്ട്, എല്ലാവരും രോഗികൾ.
അപ്പൊ അതിന്റെ അർത്ഥം ഈ കൊച്ചിന് സൗഖ്യമായിട്ടുള്ളതായ വില്ലേജ് മുഴുവൻ അറിഞ്ഞപ്പോ ആ വില്ലേജിലുള്ളവരൊക്കെ ഓടി വന്നിരിക്കുകയാണ്. അപ്പൊ ഇത് ഈ എവാഞ്ചലൈസേഷന്റെ ഒരു കൂടപ്പിറപ്പാണ്. ഈശോ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കെ തന്നെ എല്ലാവരെയും സൗഖ്യപ്പെടുത്തി എന്നുള്ളത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഈ സുവിശേഷ വേലയുടെ ആദ്യ ദിവസം മുതൽ രോഗശാന്തികൾ 50 രോഗശാന്തികൾ ഉണ്ടായിട്ടുണ്ട്. അതായത് വരദാനങ്ങൾ നമ്മളിൽ പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഭാഷാവരം, പ്രവചനവരം, ദൈവസ്വരം, ശ്രവിക്കൽ, എല്ലാ വരങ്ങളും നമ്മിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവസ്വരം, ശ്രവിക്കൽ. ഓക്കെ, അപ്പോ നമ്മളെല്ലാ വഴിയിലും ധാരാളം വരങ്ങളുണ്ട്. പക്ഷെ എനിക്ക് അപ്പോൾ 40 വയസ്സായി. പക്ഷെ അന്ന് വരെ എനിക്കിതറിയില്ലായിരുന്നു നമ്മളിൽ ഇത്രയും വരദാനങ്ങളുണ്ടെന്ന്. ഈ ട്രെയിനിങ് യാത്രയിൽ വെച്ച് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ഇടപെടലിലൂടെ എനിക്ക് പരിശുദ്ധാത്മാവ് തന്നെ എന്നിലുള്ള വരദാനങ്ങളെ തട്ടി ഉണർത്തി. അതിനുശേഷം പിന്നെ എവിടെ പോകുമ്പോഴും വരദാനങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ശുശ്രൂഷ ഞാൻ ആദ്യം ചെയ്യുന്നത്. നിനക്ക് സൗജന്യമായി കിട്ടിയത് സൗജന്യമായി കൊടുക്കുക. ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും, ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും. എനിവേ, അപ്പോൾ നമ്മുടെ ഈ സബ്ജക്റ്റിന്റെ ആകത്തുക ഇതാണ്. എന്തുകൊണ്ടാണ് സുവിശേഷ വേല നമ്മൾക്ക് ചെയ്യണമെങ്കിൽ? ഇപ്പം മുക്കോന്മാരെയാണ് ഈശോ ആദ്യമായിട്ട് അപ്പസ്തോലന്മാരും ശിഷ്യന്മാരുമായിട്ട് തിരഞ്ഞെടുത്തത്. ആദ്യം കുറച്ച് ദിവസം അവരെ കൂടെ ഇരുത്തിയൊക്കെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ അവർക്കെല്ലാ വരദാനങ്ങളും കൊടുത്ത് അയക്കുകയാണ് ചെയ്തത്. അന്ന് പരിശുദ്ധാത്മാവിന്റെ പന്തക്കൊസ്തായിലുള്ള ആഗമനം പോലെ ഒരു ആഗമനമായിട്ടില്ലെങ്കിലും ആ പന്തക്കൊസ്തായിലുള്ള ആഗമനത്തിന്റെ പ്രതിധ്വനികൾ പോലെ തന്നെ ഈശോന് എപ്പോ വേണമെങ്കിലും അത് കൊടുക്കാം. അങ്ങനെ ആദ്യം തന്നെ ശിഷ്യന്മാരെ അയച്ചപ്പോ, നമ്മളിപ്പോ ഒരു കാർപ്പൻറ്ററെ വിളിക്കുകയാണെങ്കിൽ മേശ പണിയാൻ അയാളുടെ കയ്യിൽ എന്തുണ്ടാവണം? ഉപകരണങ്ങൾ ഉണ്ടാവണം. ഉപകരണങ്ങളില്ലാതെ ഒരു കാർപ്പൻറ്റർ വന്നാൽ നമ്മൾ പറയും, ആ പോയിക്കോ, ഞങ്ങൾ വേറെ ആളെ വിളിച്ചോളാന്ന് പറയും. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നവരാണെങ്കിൽ എല്ലാവരുടെ കയ്യിലും ഉപകരണങ്ങൾ വേണം. ഈശോ തന്നെ അതുകൊണ്ട് അപ്പസ്തോലന്മാരെ വിളിച്ചു. ലൂക്ക 1:9 അവൻ 12 പേരെയും വിളിച്ചു, സകല അധികാരങ്ങളും കൊടുത്തു, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും രോഗികളെ സൗഖ്യപ്പെടുത്തുന്നതിനും സുവിശേഷം പ്രഘോഷിക്കുന്നതിനും അയച്ചു. അല്ലോ, അപ്പൊ വിളിച്ചു, കൊടുത്തു, അയച്ചു. അപ്പൊ ഇതാണ് സുവിശേഷവൽക്കരണത്തിന്റെ, സുവിശേഷ വേലയുടെ ഏറ്റവും പ്രധാന ഒരു ടൈപ്പ്. അപ്പൊ അവിടെ ഇനി കൂടുതൽ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മുടെ ഈ സബ്ജക്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. നിങ്ങൾ ജോൺ പോൾ II മാർപ്പാപ്പയുടെ വിശ്വപ്രഖ്യാതമായ ഒരു ചാക്രിക ലേഖനമാണ് റിഡംഡോറിസ് മിസ്സിയോ, രക്ഷകന്റെ മിഷൻ. അത് നിങ്ങൾ സ്വന്തമാക്കണം. ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കാൻ ഞാനത് PDF കോപ്പിയായിട്ട് അയച്ചു തരാം. അതിപ്പോ ഔട്ട് ഓഫ് പ്രിന്റ് ആയിരിക്കാം. അതിൽ 3-ാം അധ്യായം പറയുന്നത് പരിശുദ്ധാത്മാവാണ് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ കാര്യസ്ഥൻ. സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം, സുവിശേഷ വേലയുടെ മുഖ്യ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ഒരു സുവിശേഷ വേലയും നടക്കില്ല. മാത്രമല്ല ഒരാത്മാവിനെയും സ്പർശിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ കൂടുതൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെ ഒരറിവ് വേണം. ജോൺ പോൾ II മാർപ്പാപ്പയുടെ മറ്റൊരു ചാക്രിക ലേഖനമാണ്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെയുള്ള ഒരു ചാക്രിക ലേഖനമുണ്ട്,
ഡോമിനോം എറ്റ് വിവിഫിക്കാൻഡം, കർത്താവും ജീവദാതാവും. അത് ഞാൻ ഈ സുവിശേഷ വേലയിൽ വന്ന കാലത്ത് മലയാളത്തിൽ അത് തർജ്ജമ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളത് തർജ്ജമ ചെയ്തു, അതും കോപ്പി അയച്ചു തരാം. കർത്താവും ജീവദാതാവും. അപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് ഈ രണ്ട് സഭാപ്രബോധനങ്ങളും പഠിക്കാൻ സാധിച്ചതോടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ നല്ല ഒരു അനുഭവവും യഥാർത്ഥ ഒരു പ്രബോധനവും കിട്ടി. അതിലേറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതൊന്ന്, ഈശോ പറഞ്ഞു, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും, യോഹന്നാൻ 14:16, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും എപ്പോഴും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും. അപ്പൊ ഒന്ന്, പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കുന്ന മറ്റൊരു, അതായത് ഈശോ നമ്മുടെ ആദ്യത്തെ സഹായകൻ. ഈശോയെ പോലെ തന്നെ ത്രിത്വത്തിലെ മൂന്നാമത്തെ ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണെന്ന് നമുക്കറിയാം, തീയാണ്, കാറ്റാണെന്നൊക്കെ നമുക്കറിയാം. അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളാണ്. എന്നാൽ പരിശുദ്ധാത്മാവ്, ഇതാ കാറ്റഗിസത്തിൽ 685 പേജ്, ആ നമ്പർ നോട്ട് ചെയ്യാം, 685 ഖണ്ഡികയിൽ പറയുന്നത്, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് പരിശുദ്ധ ത്രിത്വത്തിലെ ഒരു വ്യക്തിയാണെന്നും പിതാവിനോടും പുത്രനോടും ഏക സത്തയായ വ്യക്തിയാണ്. അതായത് പിതാവിനും പുത്രനും സമനായവനും പിതാവിനോടും പുത്രനോടും ഏക സത്ത, ഒരു സത്തയാണ്. അവരെ അകറ്റാനോ പിരിക്കാനോ പറ്റില്ല. പരിശുദ്ധാത്മാവിന് ഒറ്റയ്ക്ക് എവിടെയും പോകാൻ പറ്റില്ല. പരിശുദ്ധാത്മാവേ വരണമേ എന്ന് പറയുമ്പോൾ ഈ പ്രാവ് ചിറകുവിടർത്തും. എന്താണ് പ്രാവിന്റെ ചിറകുകൾ? വിമാനത്തിന്റെ ചിറകുകളിൽ എന്താ ഉള്ളേ? വിമാനത്തിന്റെ ചിറകുകളിൽ എന്താ ഉള്ളേ? എഞ്ചിൻ. റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിച്ചത് ഈ പ്രാവിന്റെ ചിറക് കണ്ടിട്ടാണ്. പ്രാവ് ഉടനെ ചിറകടിച്ചു വീഴുന്നു. ചിറകിൽ എഞ്ചിനാണ്. അപ്പൊ പരിശുദ്ധാത്മാവേ വരണമേ എന്ന് പറയുമ്പോ പ്രാവ് ചിറക് വിടർത്തു എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനെയും കൊണ്ടാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. അല്ലാതെ പരിശുദ്ധാത്മാവിന് വരാൻ പറ്റില്ല. എന്തുകൊണ്ടാ? സത്തയിൽ ഒന്നാണ്. കണ്ടോ? അതാണ് കാറ്റഗിസത്തിലെ ചില പ്രബോധനങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പൊ ചിലർ പറയും, നിങ്ങൾ പാപം ചെയ്യാൻ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിട്ടു പോകും. മനസ്സിലായിട്ടുണ്ടോ? ക്ഷമിക്കണം കേട്ടോ, ഇത് ഒരു ശൈലിയാണ്. നമ്മളാകെ പേടിച്ചുപോയി. നമ്മളാണ് ഈ എല്ലാ ദിവസവും പാപം ചെയ്യണം. എന്ത് ചെയ്യും ബ്രദറെ? എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ആരാ പറഞ്ഞ് പരിശുദ്ധാത്മാവ് നിന്നെ വിട്ടുപോകുന്നു? അല്ല, അങ്ങനെയാണ് ഇപ്പൊ കേൾക്കണത്. ഈശോ എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപബോധവും പശ്ചാത്താപവും പരിശുദ്ധാത്മാവാ തരുന്നത്. അപ്പൊ പാപം ചെയ്യുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മൾ വിട്ടുപോകുകയാണെങ്കിൽ നമ്മൾക്ക് പാപബോധവും പശ്ചാത്താപവും കുംഭസാരത്തിന് വേണ്ടിയുള്ള ഒരുക്കവും വിശുദ്ധീകരണവും എങ്ങനെ നടക്കും? അപ്പൊ പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മളെ വിട്ടുപോകാൻ സാധിക്കാത്ത തരത്തിൽ നമ്മളിലുണ്ട്. എന്നാൽ നമ്മൾ പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാം, പരിശുദ്ധാത്മാവ് നിർവീര്യമാകാം, പരിശുദ്ധാത്മാവ് ചാരം പൂണ്ട അവസ്ഥയിലേക്ക് പോകാം. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടു പോകുന്നില്ല. പരിശുദ്ധാത്മാവ് ഉടനെ നമ്മളിൽ ശക്തമായി ഉണർത്തും. നീ ചെയ്തത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുതായിരുന്നു, നീ അവനോട് ഇതമാതിരി കോപിക്കരുതായിരുന്നു. സ്നേഹം ആണ്. നീ ഇപ്പം എന്ത് ചെയ്യണം? നീ പശ്ചാത്തപിക്കണം, നീ ക്ഷമ ചോദിക്കണം, നീ സ്നേഹിക്കണം. ശത്രുക്കളെ പോലും സ്നേഹിക്കാനല്ലേ? ഓക്കെ,
ഇങ്ങനെ നമ്മുടെ ഉള്ളിലിരുന്ന് ഒരു വ്യക്തി നമ്മളോട് പറയും. അതാരാ? പരിശുദ്ധാത്മാവാണ്. സഹായകന് മാത്രമല്ല. ഈ ഇടയ്ക്ക് നമ്മുടെ കഴിഞ്ഞ ഞായറാഴ്ചത്തെല്ലാം യേശയ്യായുടെ പ്രവചനം എന്തായിരുന്നു? ആശ്വസിപ്പിക്കുവിൻ, എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവിൻ. കണ്ടു? ഇസ്രായേൽ നശിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ, അവർ നശിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്ന അവസരത്തിലാണ് ജെറമ്യായിലൂടെ ഈ പ്രവചനം. എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അവർക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായില്ല. അങ്ങനെയാണ് ഇസ്രായേൽ തിരിച്ചു വന്നത്. ആ പ്രവചനത്തിന്റെ അർത്ഥം അതാണ്. എന്ന പോലെ തന്നെ കർത്താവ് പറയുകയാണ്, എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവിൻ. നിന്റെ പാപം കടും ചുവപ്പാണെങ്കിലും ഞാൻ അവയെല്ലാം തൂവെള്ള പോലെ ആക്കിത്തരും. നീ എൻ്റെ അടുത്ത് വരൂ, എൻ്റെ വാക്ക് ശ്രവിക്കൂ. അപ്പോൾ ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ വിഷമിക്കണ്ട, ഈശോ നിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു കഴിഞ്ഞിരിക്കണം. അതുകൊണ്ട് നിന്നെ ഞാൻ ആശ്വസിപ്പിക്കാം. അതുകൊണ്ടാണ് ആശ്വാസദായകൻ. ആരാണ് പരിശുദ്ധാത്മാവ്? ആശ്വാസദായകനാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവ് യഥാർത്ഥമായിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള വലിയ ചില തെറ്റായ പ്രബോധനങ്ങളിൽ നമ്മൾ കുടുങ്ങും. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ വചനം പ്രത്യേകം ശ്രദ്ധിക്കണം. പിതാവിനോടും പുത്രനോടും ഏകസത്തയായ വ്യക്തിയാണെന്ന്, പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും, ശാസ്ത്രപ്രമാണത്തിലുള്ളതാണ്, മഹത്വീകരിക്കപ്പെടുന്നവനും ആണെന്ന് ഏറ്റുപറയുക എന്നതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മൾ ഹൃദയത്തിൽ ആഴമായി പതിയണം. അതായത് പിതാവിനും പുത്രൻ, ഞാനിങ്ങനെ ചിന്തിക്കണം, നമ്മൾ സ്പോർട്സിനൊക്കെ ഫസ്റ്റ് പ്രൈസിന് ആൾക്ക് കിട്ടി, ആ ആള് ആ ടോപ്പിൽ കയറി വന്നിരുന്നു. സെക്കൻഡ് പ്രൈസ് ഒരു സ്റ്റെപ്പ് താഴെ, തേർഡ് പ്രൈസ് മൂന്നാമത്. അങ്ങനെയല്ല. പിതാവ് ഫസ്റ്റ്, പുത്രൻ സെക്കൻഡ്, പരിശുദ്ധാത്മാവ് തേർഡ്. അങ്ങനെ അല്ല. പക്ഷേ ദൈവത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ പിതാവാണ് ഒന്നാമൻ, പുത്രൻ രണ്ടാമൻ. എന്നാൽ നമ്മൾ ചിന്തിക്കുന്ന മാതിരി ഒന്നാമനും രണ്ടാമനും മാതിരി ഉള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. അവർ മൂന്ന് പേരും ഒരേ ലെവലിലുള്ള പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് എപ്പോഴുമാണ്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. സത്തയിൽ ഒന്നാണ് പരിശുദ്ധാത്മാവ്. ഇത് നമുക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പ്രവൃത്തി, ഈശോൻ ലൂക്ക, നമ്മുടെ സമയം കഴിഞ്ഞോ? എത്ര? എൻ്റെ കർത്താവേ, കറക്റ്റാണല്ലോ, സ്വതന്ത്രം. അപ്പം ലൂക്ക 4-ാം അധ്യായത്തിൽ പറയുന്നത്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. കണ്ടോ? നിറഞ്ഞു. ഓക്കെ, എല്ലാവരും നേരിട്ട് പറഞ്ഞ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. അടുത്ത് ശ്രദ്ധിക്കണം കേട്ടോ. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പോൾ രണ്ട് കോൺസെപ്റ്റാണ് പരിശുദ്ധാത്മാവ്. ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുന്നു. രണ്ട്, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നു. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വിളിക്കപ്പെട്ട ഒരു വ്യക്തി ആത്മാവിനാൽ നിറഞ്ഞാൽ പോരാ, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കണം. അപ്പൊ ഈശോയുടെ ജീവിതം മുഴുവനും ഓരോ നിമിഷവും ആത്മാവിനാൽ നയിക്കപ്പെടുകയായിരുന്നു. അവസാന നിമിഷം വരെ എൻ്റെ സമയമായിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പൊ സമയമായി, ഇങ്ങനെ വരുവിൻ നമുക്കൊന്ന് കണ്ടടച്ച് ഇന്ന് ഇപ്പോൾ ഈ കേട്ട ക്ലാസ്സിലൂടെയും നമ്മളെല്ലാവരിലും പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് തൻ്റെ വരദാനങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട്. പൂർണ്ണമായി വിശ്വസിക്കുക. ആ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ 2 ദിവസത്തിലൂടെ നമ്മളിലുള്ള വ്യത്യസ്തമായ ദാനങ്ങളെ തുറന്ന്
നമ്മളിൽ വരദാനങ്ങൾ തുറന്ന് നമ്മൾ ഓരോരുത്തരിലും ഉറങ്ങിക്കിടക്കുന്ന വരദാനങ്ങളെ ഉണർത്തി പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. അതെല്ലാവർക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശലഹലബല ഹലബല ഹലബല ശലബല ഹലബല ഹലബല. അത് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം, എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കാം, എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കാം. ശലഹലബല ഹലബല 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 ശലബല ഹലബല 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 ശലബല ഹലബല ഹലബല ഹലബല. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പൊ പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മളിൽ നിന്ന് വിട്ടുപോകില്ല എന്ന് ആ പ്രബോധനം കേട്ടപ്പോൾ, അത് സഭയുടെ പ്രബോധനമാണ്. ഇവിടെ വെച്ച് ഇപ്പോ ഒരാൾക്ക് നടുവിൻ്റെ വേദന, ശക്തമായ വേദന ഉണ്ടായിരുന്നു, വേദന മാറിയിട്ടുണ്ട്. അതാരാണ്? കൈവെക്കാമോ? നടുവിന് വേദന മാറി ഒരാളുടെ. ഒരു സഹോദരി കൈവെക്കുന്നു, ഇനി ആരെങ്കിലും. ഇതെല്ലാം അടയാളമാണ്. എന്താ അടയാളം? ഈ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ അടയാളം സഹിതം കർത്താവ് രേഖപ്പെടുത്തുകയാണ്. നമുക്കൊന്നുകൂടി സ്തുതിക്കാം. ഈശോയെ നന്ദി കർത്താവ്. പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഒരിക്കലും വിട്ടുപോകയില്ല. നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. Fill me, fill me, fill me. Love, joy, peace. Fill me, fill me, fill me. Love, joy, peace. Fill me, fill me, fill me. Faith, hope and charity. Fill me, fill me, fill me. Wisdom, knowledge, understanding. Praise the Lord. അപ്പോൾ രാവിലെ ഇനി നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. എന്നിൽ നിറയണേ, നിറയണേ, നിറയണേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ. ആദ്യം നമ്മുടെ ഒരു വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുണ്ട്, അത് അച്ഛനോട് ചോദിച്ചിട്ട് നാളെ പറയാം. അല്ലെങ്കിൽ നമ്മൾ എണിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണേ, എന്നിൽ ദൈവസ്നേഹം നിറയ്ക്കണേ എന്ന് ഒരു 5 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കണം. ഓക്കെ, സോ ഇരിക്കാം. ഗോഡ് ബ്ലെസ് യു. അങ്ങനെ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നാളെ ഇനി തുടർന്ന് ഇതിൻ്റെ ശേഷഭാഗം നമുക്ക് കേൾക്കാം. ഇനി എന്താ?